ടു സ്റ്റുഡന്റ് ഇന്ന് നമ്മുടെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ ഓരോ സബ്ജക്ട്സിന്റെയും ഓരോ ചാപ്റ്ററിന്റെയും ഫോക്കസ് ടോപ്പിക്സ് ഇതാണ് എന്നുള്ളൊരു വീഡിയോസ് നമ്മൾ എല്ലാ സബ്ജക്ട്സിന്റെയും അപ്ലോഡഡ് ആണ്. ഓക്കെ, അപ്പൊ ആ വീഡിയോസ് ഒക്കെ കാണാം. ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് കടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിന്റെ അകത്തുമുള്ള ഫോക്കസ് ഏരിയ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകണം, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സ്, ആദ്യത്തെ 3 ചാപ്റ്ററിന്റെ ഫോക്കസ്, ആദ്യത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആവാൻ പറ്റുന്ന അത്ര ചാപ്റ്റേഴ്സിന്റെ ഫോക്കസ് ടോപ്പിക്സ്, ഓരോ ടോപ്പിക്സും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം സോളിഡ് സ്റ്റേറ്റ് ആണ്. സോളിഡ് സ്റ്റേറ്റിനകത്ത് കുറച്ച് ഫോക്കസ് ടോപ്പിക്സ് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്, അല്ലെ? അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ തൊട്ട് മുന്നത്തെ വീഡിയോ ഒന്ന് പോയി കാണണം. ആദ്യത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സ് എന്നുള്ളതാണ്. ഓക്കെ, ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും തമ്മിൽ പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് മേജർ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും അത് ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന രീതിക്കാണ് ചോദിച്ചു കാണാറ്. അതുകൊണ്ടാണ് ഞാൻ വൃത്തിക്ക് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എന്നൊരു ഉത്തരമായിട്ട് ഞാൻ ക്രിസ്റ്റലൈൻ സോളിഡ്സ് അമോർഫസ് സോളിഡ്സിന്റെ കാര്യം എഴുതി വെച്ചിരിക്കുന്നത്. ഒരു 95% എബോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഡിഫറൻഷിയേറ്റ് എന്ന രീതിക്ക് തന്നെയേ ചോദിച്ചു കാണാറുള്ളൂ. ഓക്കെ, അപ്പോ ഒന്നാമത്തെ കാര്യം നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും തമ്മിലുള്ള വ്യത്യാസം അറിയണം. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഡയമണ്ടിനെ മാത്രം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് പഠിക്കാൻ, ക്രിസ്റ്റലൈൻ സോളിഡ്സ് പഠിക്കാം. ഡയമണ്ട് എന്താണ്? ഒരു ക്രിസ്റ്റൽ ആണ്. സോ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഫുൾ എന്ത് വെച്ച് പഠിക്കാം? ഡയമണ്ട് വെച്ച് പഠിക്കാം. ഓരോ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ പോയിന്റിനെയും കംപ്ലീറ്റ് ഉൾട്ടയായിട്ട് നമുക്ക് എന്ത് എഴുതിയാൽ മതി? അമോർഫസ് സോളിഡ്സിന്റെ എഴുതിയാൽ മതി. ഇവിടെ ഈസ് എന്ന് പറയുന്നതിൽ ഇവിടെ നമുക്ക് എഴുതാം ഈസ് നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം, അല്ലെ? നോട്ടും നെഗറ്റീവ് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് അമോർഫസ് സോളിഡ്സ് എഴുതാം. സോ നിങ്ങൾ എന്തായിരിക്കണം? ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ പോയിന്റ്സ് പക്കയായിരിക്കണം. അപ്പൊ എഴുതി വെച്ചത് കണ്ടിട്ട് ഇത്രയും ഒന്നുമില്ല, അത് 3 to 4 പോയിന്റ്സേ ഉള്ളൂ. ഈസി പോയിന്റ്സ് ആണ്. ഒന്നാമത്തെ പോയിന്റ് മാത്രമാണ് ഇത്തിരി വലുതുള്ളത്, അതും ഈസി ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് they have regular 3-dimensional arrangement of particles so that they have well defined geometrical shape. അവർക്ക് വൃത്തിയായിട്ട് റെഗുലർ ആയിട്ടുള്ള 3-dimensional arrangement of particles ആണ്. അതിനകത്തുള്ള നമുക്കറിയാം ഏതൊരു സോളിഡിനും എന്തുണ്ടാവും? കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും, ശരിയല്ലേ? ഇപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്തുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഒക്കെ റെഗുലർ ആയിട്ട് 3-dimensionally ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ശരിയല്ലേ? അതുകൊണ്ട് അവർക്ക് എന്തുണ്ടാവും? സോ ദാറ്റ് ദേ ഹാവ്, അവർക്ക് അങ്ങനെ അറേഞ്ച് ചെയ്തതുകൊണ്ട് ദേ ഹാവ് വെൽ ഡിഫൈൻഡ് ജോമെട്രിക്കൽ ഷേപ്പ്. വളരെ വൃത്തിക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ജോമെട്രിക്കൽ ഷേപ്പും നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ഉണ്ടാവും. ഓക്കെ, ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് റെഗുലർ 3-dimensional അറേഞ്ച്മെന്റ് ആണ്. അതുകൊണ്ട് അവർക്ക് എന്തുണ്ടാവും? വെൽ ഡിഫൈൻഡ് ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടാവും. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്, അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഉള്ളതിന്റെ കംപ്ലീറ്റ് ഉൾട്ടായിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡ് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു, അല്ലെ? നമ്മൾ ഇവിടെ എന്താ എഴുതിയത്? They have regular 3-dimensional arrangement of constant particles എന്നല്ല എഴുതിയത്. അപ്പൊ അതിന്റെ ഉൾട്ടാ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? They do not have regular 3-dimensional arrangement of particles. They have regular ആയിരുന്നു, they do not have regular 3-dimensional arrangement of particles. So that they will have definite geometrical shape ആയിരുന്നു. അപ്പൊ ഇവിടെ എന്താണ്? Hence they do not have definite geometrical shape. അവർക്ക് 3-dimensional arrangement of particles ഇല്ല, അതുകൊണ്ട് അതിന് definite ആയിട്ടുള്ള geometrical shape ഇല്ല. ഓക്കെ, ഇവിടെ 3-dimensional arrangement of particles ആണ്. So that they have well defined geometrical shape. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന് നമുക്ക് ഇപ്പത്തെ സൈഡ് ഇങ്ങനെ ഫിൽ ചെയ്യാന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, നെഗറ്റീവ് സൈഡ് എടുക്കുക അല്ലെങ്കിൽ നെഗറ്റീവ് സെന്റൻസ് ആക്കിയിട്ട് ഇപ്പത്തെ സൈഡ് ഫിൽ ചെയ്യാം. ഓക്കെ, ഈസിയാണ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കാമല്ലോ. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായില്ലേ? രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് they have sharp melting point. അവർക്ക് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, അല്ലെ? ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വളരെ ചെറിയ ഒരു 5 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 10 ഡിഗ്രി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും നമ്മുടെ ഡയമണ്ട് ഒന്നും ഉരുകി പോവില്ല. വളരെ വളരെ വലിയൊരു ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ ഡയമണ്ട് എന്താവുന്നുള്ളൂ? മെൽറ്റ് ആയി പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് they have sharp melting point എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ജസ്റ്റ് ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്, ഓർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. they have sharp melting point. അപ്പൊ ഇതിന്റെ ഉൾട്ടാന്ന് പറയുമ്പോൾ അപ്പുറത്ത് they does not have sharp melting point. ഈസി അല്ലേ? ഇവിടെ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഇവിടെ എന്താണ്? they does not have sharp melting point. അടുത്ത പോയിന്റിലേക്ക് കിടക്കാമല്ലോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. they are anisotropic. ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപിക്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് അമോർഫസ് സോളിഡ്സ് എന്തായിരിക്കും? ഐസോട്രോപിക് ആയിരിക്കും. എന്താണ് ഈ അനൈസോട്രോപ്പി? അനൈസോട്രോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫിനോമിനയാണ്. നമ്മളിപ്പോ ഒരു ക്രിസ്റ്റൽ എടുത്തു, ആ ക്രിസ്റ്റൽ അനൈസോട്രോപിക് ആണ് എന്നുണ്ടെങ്കിൽ ഇതൊരു ക്രിസ്റ്റൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇത് അനൈസോട്രോപിക് ആണെന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ ഓരോ ഡിറക്ഷനിലും ഇതിന്റെ ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അങ്ങനത്തെ ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇതിന്റെ ഓരോ ഡിറക്ഷനിലും ഡിഫറെന്റ് ആയിരിക്കും.
ഓക്കെ. അനൈസോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ്. ഐസോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം എന്നാണ് അർത്ഥം. ഓരോ ഡിറക്ഷനിലും ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി കാണിക്കും. ഫിസിക്കൽ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അങ്ങനത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കേസിൽ ഓരോ ഡിറക്ഷനിലും വ്യത്യാസമായിരിക്കും. ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനയാണ് അനൈസോട്രോപ്പി എന്ന് പറയാം. ആ ഒരു ഫിനോമിനെ കാണിക്കുന്ന സോളിഡുകളാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. അതിന്റെ ഉൾട്ടായിട്ട് അനൈസോന്റെ ഉൾട്ട എന്താണ്? ഐസോ. സോ ദേ ആർ അമോർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപിക്. മനസ്സിലായില്ലേ? എന്താണ് അനൈസോട്രോപ്പി എന്ന് അറിഞ്ഞിരിക്കണം. മേ ബി ഒരു മാർക്കിന് അവർ ചോദിക്കാം. പ്രീവിയസ് ഏതൊക്കെയോ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചോദിച്ച് കാണാറുള്ളതാണ്. അപ്പൊ എന്താണ് അനൈസോട്രോപ്പി എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അടുത്ത പോയിന്റിലേക്ക് കിടക്കേണ്ട ലാസ്റ്റ് പോയിന്റ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ ഓൾസോ നോൺ ആസ് ട്രൂ സോളിഡ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ മറ്റൊരു പേര് എന്താണ്? ട്രൂ സോളിഡുകൾ എന്ന് അറിയപ്പെടാറുണ്ട്. ശരിയല്ലേ? ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ വളരെ വൃത്തിക്കായിട്ടുള്ള ഡയമണ്ട് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം അല്ലേ, ഒരു മിനിറ്റ് ഒരു ഷേപ്പ്, അടുത്ത മിനിറ്റ് അടുത്ത ഷേപ്പ് ആണോ? അല്ല, പക്ക ഷേപ്പാണ്. അവർക്ക് ഒരിക്കലും ഷേപ്പിലും സൈസിലും ഒരു മാറ്റം സംഭവിക്കുന്നില്ല. വെൽ ഡിഫൈൻഡ് അറേഞ്ച്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ മറ്റൊരു പേരാണ് ഓൾസോ നോൺ ആസ് ട്രൂ സോളിഡ്. ട്രൂ സോളിഡുകൾ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. അപ്പൊ നമുക്ക് ടെൻഡൻസി ഉണ്ടാവും അമോർഫസ് സോളിഡിന് ഇതിന്റെ ഉൾട്ടായിട്ട് എഴുതുമ്പോൾ ട്രൂന്റെ ഉൾട്ട എന്താണ്? ഫോൾസ് സോളിഡ് എന്ന് എഴുതാൻ തോന്നും. അത് ആർക്കാണെങ്കിലും തോന്നും അല്ലെ. പക്ഷെ നിങ്ങൾ എഴുതേണ്ടതാണ് സൂഡോ സോളിഡ്സ്. അമോർഫസ് സോളിഡ്സിനെ സൂഡോ സോളിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. സൂഡോ എന്ന ടേമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോൾസ് എന്ന് എഴുതി കഴിഞ്ഞാൽ എല്ലാ ടീച്ചേഴ്സും മാർക്ക് തരണം എന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ട്രൂ സോളിഡ്സ് ആണ് ആൻഡ് അമോർഫസ് സോളിഡ്സ് സൂഡോ സോളിഡ്സ് ആണ്. ആൻഡ് എക്സാമ്പിൾസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് നമ്മൾ എന്തിന്റെ ബേസിസിലാണ് പഠിച്ചത്? ഡയമണ്ട് ആയിരുന്നു അല്ലെ. അപ്പൊ ഡയമണ്ട് ആണ് ഒന്നാമത്തെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ എക്സാമ്പിൾ. ക്വാർട്സ് ഒരു എക്സാമ്പിൾ ആണ്. മെറ്റൽസ് ഒരു എക്സാമ്പിൾ ആണ്. ഡയമണ്ടും ക്വാർട്സും മെറ്റൽസും ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ എക്സാമ്പിൾസ്. അമോർഫസ് സോളിഡ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഗ്ലാസ്, പ്ലാസ്റ്റിക്, റബ്ബർ, സ്റ്റാർച്ച്, പ്രോട്ടീൻ, ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും? അമോർഫസ് സോളിഡ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. നിങ്ങൾക്ക് എഴുതി എടുക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് പക്ക പോയിന്റ്സ് എല്ലാം നിങ്ങൾ തന്നെ എഴുതി വെച്ചാൽ മതി. വളരെ ഈസി പോയിന്റ്സ് ആണ്. 3 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയ നിങ്ങൾ ആൻസർ എഴുതി കഴിഞ്ഞാൽ എന്തായാലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സ് മനസ്സിലായിട്ടാണ്. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഫോക്കസ് ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മുടെ രണ്ടാമത്തെ ഫോക്കസ് ടോപ്പിക് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ലാറ്റിസ് ആൻഡ് യൂണിറ്റ് സെൽ എന്നുള്ളതാണ്. ഈസിയാണ് പഠിക്കാൻ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫോക്കസ് ഏരിയയിൽ അല്ലെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ തന്നെയാണ് ക്രിസ്റ്റൽ ലാറ്റിസും യൂണിറ്റ് സെല്ലും. അപ്പൊ എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് അറിയണം, എന്താണ് യൂണിറ്റ് സെൽ എന്ന് വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പൊ ആദ്യം എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്? ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണ്? ഓക്കെ. റെഗുലർ 3-dimensional arrangement of points in a space is called crystal lattice. ഒന്നുമില്ല, നമ്മള് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഡെഫിനിഷൻ പഠിച്ചില്ലേ, അതേ സംഭവം തന്നെയാണ്. പക്ഷെ അതിനകത്ത് പാർട്ടിക്കിൾസിന് പകരം ഇവിടെ ഒരു പോയിന്റ്സ് എന്ന് വന്നു. ഇവിടെ പാർട്ടിക്കിൾസ് എടുത്തിരിക്കുന്നത് പോയിന്റുകളായിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ആ ഒരു പാർട്ടിക്കിൾ എന്നൊരു ടേമിന് പകരം നമ്മൾ പോയിന്റ് എന്നൊരു ടേം ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. റെഗുലർ 3-dimensional arrangement of points in a space is known as crystal lattice. ഓക്കെ. നമുക്ക് അടുത്ത് പഠിക്കാമല്ലോ. ക്രിസ്റ്റൽ ലാറ്റിസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടേം എന്താണ്? യൂണിറ്റ് സെൽ എന്താണെന്നാണ് അല്ലെ. യൂണിറ്റ് സെൽ ഇസ് ദ സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് which when repeats itself generates the entire lattice. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് റുബിക്സ് ക്യൂബ് ആയിട്ടൊന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ. നമുക്കറിയാം ഇത് റുബിക്സ് ക്യൂബ് ആണ്. നമ്മുടെ ഇതിൽ ഈ രണ്ട് ടേമിൽ ഇതിൽ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ക്രിസ്റ്റൽ ലാറ്റിസ് ആയിട്ട് ഞാൻ ഈ ഒരു റുബിക്സ് ക്യൂബിനെ കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കാം. ഈ വരച്ചിരിക്കുന്ന റുബിക്സ് ക്യൂബിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ 3-dimensional arrangement of points in a space is called crystal lattice. ശരിയല്ലേ? ഞാൻ ഇപ്പുറത്ത് വരച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഒരുപാട് റുബിക്സ് ക്യൂബുകൾക്ക് അകത്ത് ഒരുപാട് ക്യൂബുകൾ ഉണ്ടാവില്ലേ, അതിൽ നിന്നും ഒരു ക്യൂബ് ഞാൻ പുറത്തെടുത്ത് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ. അതിനകത്തുനിന്ന് ഒരുപാട് ക്യൂബ്സ് ഉള്ള ഒരു ക്യൂബ് ഞാൻ പുറത്തെടുത്ത് ഇവിടെ വരച്ചു. ഇതാണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പൊ യൂണിറ്റ് സെൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഡിഫൈൻ എങ്ങനെ ചെയ്യാൻ പറ്റും? യൂണിറ്റ് സെൽ is the smallest portion of a crystal lattice which when repeats itself generates the entire cell. മനസ്സിലായോ? യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റൽ ലാറ്റിസിന്റെ സ്മോളസ്റ്റ് പോർഷൻ ആണ്. അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു ഫുൾ സെൽ എന്ത് ചെയ്യുന്നു? അവിടെ ജനറേറ്റ് ചെയ്തു അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ക്രിസ്റ്റൽ ലാറ്റിസ് ഒരു ടേം, യൂണിറ്റ് സെൽ എന്നൊരു വേറൊരു ടേം ആണ്. നമ്മുടെ രണ്ടാമത്തെ ഫോക്കസ് ടോപ്പിക് ആണ്. ശരിയല്ലേ? അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് നോക്കാം. ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത് റെഗുലർ 3-dimensional arrangement of points in a space is called crystal lattice. And അടുത്തത് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ എന്താണ്? യൂണിറ്റ് സെൽ is the smallest portion of a crystal lattice which when repeats itself generates the entire cell. ഓക്കെ. അപ്പൊ രണ്ട് ടേംസ് മനസ്സിലായിണ്ടാവുമല്ലോ. വൃത്തിയായിട്ട് ഇങ്ങനെ ഞാൻ വെച്ച് പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. വൃത്തിയായിട്ട് മനസ്സിലായിണ്ടാവും. ആൻഡ് ഇനി നമുക്കറിയാം യൂണിറ്റ് സെല്ലിന് ഇതേ ടോപ്പിക് ആണ് കേട്ടോ. ടോപ്പിക് വേറെ അല്ല, ഇതേ ഫോക്കസ് ഏരിയയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. യൂണിറ്റ് സെല്ലിന് ഫർദർ ഡിവിഷൻസ് ഉണ്ട്.
യൂണിറ്റ് സെൽ അറിയില്ലേ, സ്മോളസ്റ്റ് പോർഷൻ ഇല്ലേ, ക്രിസ്റ്റൽ ലാറ്റിസിന്റെ സ്മോളസ്റ്റ് പോർഷൻ നമ്മളിപ്പോ പഠിച്ചത്. ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് സെല്ലിന് കുറച്ച് 2 ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ യൂണിറ്റ് സെല്ലിനെ നമുക്ക് 2 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഓക്കെ, അപ്പൊ യൂണിറ്റ് സെൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. യൂണിറ്റ് സെല്ലിന് ഫർദർ 2 ക്ലാസിഫിക്കേഷൻസ് ആണത്, പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു റുബിക്സ് ക്യൂബിന്റെ ഒരു ക്യൂബാണ് നമ്മുടെ യൂണിറ്റ് സെൽ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ക്യൂബ് വരയ്ക്കുകയാണ്, ഒരു 3 ഡയമെൻഷണൽ ക്യൂബ് ഞാൻ ഇവിടെ വരയ്ക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു 3 ഡയമെൻഷണൽ ക്യൂബ് ഞാൻ ഇവിടെ വരച്ചു. ഓക്കെ, പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്, ഏതൊരു സെല്ലിനും അല്ലെങ്കിൽ ഏതൊരു സോളിഡിനും കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് 8 കോർണറുകളിൽ മാത്രമേ കാണുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ഒരു പർട്ടിക്കുലർ ക്യൂബില് ടോട്ടൽ 8 കോർണറുകളല്ലേ ഉള്ളത്. ആ 8 കോർണറിൽ മാത്രം കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ കാണുന്ന ടൈപ്പ് ഓഫ് യൂണിറ്റ് സെല്ലിനെ നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. when constituent particles are only seen on the 8 corners of the unit cell, then that type of unit cell is known as primitive unit cell. 8 കോർണറുകളിൽ മാത്രം കാണുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയാം. സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 8 കോർണറുകളിൽ കാണും ആൻഡ് അഡീഷണലി വേറെ എക്സ്ട്രാ പോയിന്റുകളിലും കാണും. ഓക്കെ, അത്രേ ഉള്ളൂ. ജസ്റ്റ് സെന്റേർഡിനെ കുറിച്ച് അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത 8 കോർണറിൽ കാണും, അതൊരിക്കലും മറക്കരുത്. 8 കോർണറിൽ കാണും പ്ലസ് അഡീഷണലി വേറെ കുറച്ച് സ്ഥലങ്ങളിൽ കാണും. ഈ അഡീഷണലി വേറെ കുറച്ച് സ്ഥലത്തിന് കുറച്ച് ഡിവിഷൻസ് ഉണ്ടാവുമല്ലോ. വേറെ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പൊ പെർട്ടിക്കുലർലി ഇവിടെ തന്നെ എടുക്കുകയാണെങ്കിൽ വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഇടാം. അതിന്റെ ബേസിസിൽ 3 ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ് ആൻഡ് എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ്, എൻഡ് സെന്റർ. ഓക്കെ, സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 8 കോർണറിൽ കാണും പ്ലസ് അഡീഷണലി എക്സ്ട്രാ പോയിന്റുകളിൽ കാണും. അതിനകത്ത് വരുന്ന 3 ഡിവിഷൻസ് ആണ് ബോഡി സെന്റേർഡ്, ഫേസ് സെന്റേർഡ് ആൻഡ് എൻഡ് സെന്റേർഡ്. ഓക്കെ, ബോഡി സെന്റേർഡിന്റെ പ്രത്യേകത, ബോഡി സെന്റേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഗർ വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞാൻ ബോഡി സെന്റേർഡിന്റെ ഒക്കെ ഫിഗർ ഞാൻ വരച്ചു തരാം. 8 കോർണറിൽ കാണും. അതായത് നമ്മൾ ആദ്യം ഒരു റുബിക്സ് ക്യൂബ് വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സെൽ വരയ്ക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ജസ്റ്റ് ഒരു ക്യൂബ് വരച്ചിട്ടുണ്ട്. പ്രിമിറ്റീവ് അതായത് 8 കോർണറിൽ കാണുന്നല്ലേ ആദ്യം നമ്മൾ വന്നത്. 8 കോർണറിൽ കാണും. അപ്പൊ സോ ആദ്യം 8 കോർണറിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആഡ് ചെയ്യാം. ഇതാണ് 8 കോർണർ, ശരിയല്ലേ? 8 കോർണറിൽ കാണും പ്ലസ് അഡീഷണലി ബോഡി സെന്റേർഡ് ആണ് അല്ലെ. ഈ ഒരു ഹോൾ ബോഡിന്റെ സെന്ററിനും ഒരെണ്ണം കാണും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ. ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 കോർണറിൽ കാണും, പിന്നെ അഡീഷണലി ബോഡിന്റെ സെന്ററിലും ഒരെണ്ണം കാണും. ഇതാണ് ബോഡി സെന്റർ. ഓക്കെ, ഫേസ് സെന്റേർഡ് എന്തായിരിക്കും? അപ്പൊ ഫേസ് സെന്റേർഡ് എനിക്ക് വരയ്ക്കാൻ കുറച്ച് 3D കോംപ്ലിക്കേറ്റഡ് ഫിഗർ ആണ്. സോ ഞാൻ വരച്ച എക്സ്പെരിമെന്റ് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സിൽ ഉണ്ട് അല്ലെ. അപ്പൊ സെന്റേർഡ് യൂണിറ്റ് സെല്ലിന് അകത്ത് വരുന്ന രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് അല്ലെ. ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 കോർണറുകളിൽ കാണും. ഇൻ അഡീഷണലി ടോട്ടൽ 6 ഫേസസ് അല്ലേ. നമ്മുടെ ഒരു റുബിക്സ് ക്യൂബ് അല്ലെങ്കിൽ ഒരു ക്യൂബ് എടുക്കുകയാണെങ്കിൽ അതിന് എത്ര ഫേസസ് ആണ്? 6 ഫേസസ് ആണ്. 4 സൈഡും ടോപ്പ് ആൻഡ് ബോട്ടമും. 4 സൈഡ് പ്ലസ് ടോപ്പ് പ്ലസ് ബോട്ടം 2 ആണ്. അപ്പൊ 4 + 2 6. ടോട്ടൽ 6 ഫേസസ് ആണ് ഉള്ളത്. 8 കോർണറുകളിൽ കാണും പ്ലസ് അഡീഷണലി 6 ഫേസിൽ ഓരോന്ന് വെച്ചിട്ട് കാണും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത. ആൻഡ് ഏറ്റവും അവസാനത്തെ എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെല്ലാണ്. എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ കാര്യം വൃത്തിയായിട്ടൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഈസിയാണ്. 8 കോർണറുകളിൽ കാണും പ്ലസ് അഡീഷണലി ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് ഫേസസിൽ കാണും. ഓക്കെ, ഇതിപ്പോ ഞാനൊരു സംഭവമായിട്ട് എടുത്തു വിചാരിക്കാം. ഇതിന്റെ 8 കോർണറുകളിൽ ഉണ്ട്. ഓക്കെ, 8 കോർണേഴ്സിൽ ഉണ്ട് പ്ലസ് അഡീഷണലി ഏതെങ്കിലും 2, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടോപ്പ് ആൻഡ് ബോട്ടം എടുത്തു എന്ന് വിചാരിക്കുക. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം ഉണ്ടാവും. അല്ലെങ്കിൽ ഈ 2 സൈഡ്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം ഉണ്ടാവും. ഏതെങ്കിലും
യൂണിറ്റ്സിൽ മാത്രമേ കാണുന്നുള്ളൂ. സോ ഇതാണ് എൻഡ് സെന്റർഡ് യൂണിറ്റ്സ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ബോഡി സെന്റർഡ് പഠിച്ചു, ഫേസ് സെന്റർഡ് പഠിച്ചു, എൻഡ് സെന്റർഡ് പഠിച്ചു. ഇത് മൂന്നും മനസ്സിലായിണ്ടാവുമല്ലോ. ഇത്ര മാത്രമേ നമ്മുടെ സെക്കൻഡ് ഫോക്കസ് ഏരിയ ടോപ്പിക്കിലുള്ളൂ. ഓക്കെ, ഇത് മാത്രം സെക്കൻഡ് ഫോക്കസ് ഏരിയയിലുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി തേർഡ് ഫോക്കസ് ഏരിയയിലേക്ക് കിടക്കാം അല്ലെ. തേർഡ് ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ ആണ്. ഓക്കെ, നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ ആണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. നമ്പർ ഓഫ് ആറ്റംസ് ഏതിന്റെയൊക്കെ കണ്ടുപിടിക്കണം എന്നറിയോ? 3 എണ്ണത്തിന്റെയാണ് നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനുള്ളത്. ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യത്തെ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് കണ്ടുപിടിക്കണം. ഇത് മൂന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് ആണ് കേട്ടോ. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾക്കറിയാം പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത എന്താണ്? ഒരു റുബിക്സ് ക്യൂബ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സെൽ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ 8 കോർണറുകളിൽ മാത്രമേ എന്ത് കാണുള്ളൂ? കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് കാണുള്ളൂ അല്ലെ. 8 കോർണറിൽ മാത്രം കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് കാണുന്ന ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽ ആണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. 8 കോർണറിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ നമ്പർ ഓഫ് ആറ്റംസ് 8 into 8 കോർണർ അല്ലേ. സോ 8 into 1/8. ഇതെങ്ങനെയാ 1/8 എങ്ങനെയാ വന്നത്? 1/8 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ 8 എണ്ണത്തിൽ ഒരെണ്ണം എന്ന രീതിക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കേക്ക് എടുത്തു. ഈ ഒരു കേക്കിനെ ഞാൻ 4 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഒരു പീസ് എന്ന് പറയുന്നത് 4 എണ്ണത്തിൽ ഒരെണ്ണം എന്ന രീതിക്കല്ലേ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതേപോലെയാണ് 8 കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉണ്ട്. ഇതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് 8 എണ്ണത്തിൽ ഒരെണ്ണം എന്ന രീതിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് 8 into 1/8 വന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഡൗട്ട് വരുന്ന സെക്ഷൻ എങ്ങനെയാണ് 1/8 1/2 ഒക്കെ വന്നത് എന്നുള്ളത് മനസ്സിലായിണ്ടാവുമല്ലോ. സോ ഇതും ഇതും കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് വരും? 1 വരും. അപ്പൊ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ നമ്പർ ഓഫ് ആറ്റംസ് എന്താണ്? 1 ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തതിലേക്ക് കിടക്കട്ടെ. അടുത്ത നമുക്ക് കണ്ടുപിടിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് ഏതിന്റെയാണെന്ന് അറിയോ? BCC. BCC എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ ആണ്. ഓക്കെ, ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ. ഓക്കെ, ചിലപ്പോ വെസ്റ്റലിൽ തരുമ്പോ BCC ഒക്കെ തരും കേട്ടോ. നിങ്ങൾ ഇനി BCC മറ്റേ നമ്മുടെ ന്യൂസ് BCC എന്ന് വെച്ച് പൊട്ടത്തരം കാണിക്കുന്നത്. BCC ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ ആണ്. നമ്മൾക്കറിയാം 8 കോർണറിൽ ഉണ്ട് പ്ലസ് അഡീഷണലി എവിടെയും കൂടെ കാണും? ബോഡിന്റെ സെന്ററിൽ കൂടെ കാണും. 8 കോർണറിൽ ഉണ്ടല്ലോ ഇല്ലേ? അപ്പൊ നമുക്ക് ആദ്യം അത് എഴുതാം. 8 കോർണറിൽ ഉണ്ടല്ലോ. 8 into 1/8 അല്ലെ. 8 കോർണറിലുള്ള കേസ് 8 into 1/8 നമ്മൾ നോക്കിയതല്ലേ. പ്ലസ് ബോഡിന്റെ സെന്ററിൽ ഒരെണ്ണം കാണുന്നില്ലേ? അതാണ് നമ്മൾ ബോഡി സെന്റർ എന്ന് പറയുന്നത്. പ്ലസ് ബോഡിന്റെ സെന്ററിൽ ഒരെണ്ണം കാണും. അപ്പൊ 8 into 1/8 പ്ലസ് 1 എന്ന് എഴുതിയാൽ മതി. 8 into 1/8 എന്താ? 1 പ്ലസ് ഇതിലെ 1 which is equal to 2. ബോഡി സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ കേസിൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 2 ആണ്. ഓക്കെ, ഇത് ഈസിയാണ്. വലിയ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. നിങ്ങൾ തെറ്റിക്കാതിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതും കൂടെ നിങ്ങൾ എഴുതണം. നിങ്ങൾ ഒരിക്കലും ഈ 8 എണ്ണം ഉള്ള കാര്യം മറക്കരുത്. ഓക്കെ, 8 എണ്ണം ഉണ്ട് പ്ലസ് അഡീഷണലി ആണ്. അതൊരിക്കലും മറക്കരുത്. ലാസ്റ്റ് ഒന്നിലേക്ക് കിടക്കാലോ. ദാറ്റ് ഈസ് FCC. FCC എന്താണ്? ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഓക്കെ, ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ കേസിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. നമുക്കറിയാം അവിടെ എത്ര ഉണ്ട്? 8 into 1/8 ഉണ്ട്. 8 എണ്ണം ഉണ്ട് ഓൾറെഡി. പ്ലസ് എല്ലാ ഫേസസിലും ഓരോന്ന് വെച്ചിട്ടുണ്ട് അല്ലെ. എല്ലാ ഫേസും എത്ര ഫേസ് ആണുള്ളത്? 6 ഫേസ് ആണുള്ളത് അല്ലെ. 6 ഫേസസ്. സോ 6 into 6 ഫേസ് ആണ്. അതുകൊണ്ടാണ് 6 എന്ന് വന്നത്. 6 into 1/2. എങ്ങനെയാണ് ഈ 1/2 വന്നത്? 1/2 എങ്ങനെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കണം 6 ഫേസസ് നമ്മൾ എടുത്തു. ഓക്കെ, 6 ഫേസസ് എടുക്കുകയാണെങ്കിൽ ഓരോ ഫോർ എക്സാമ്പിൾ ഇതിപ്പോ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിലെ ടോപ്പും ഇതിലെ ബോട്ടമും നമ്മൾ ഒരു പെയർ ആയിട്ടാണ് എടുക്കുക. ഇതിലെ ടോപ്പും ഇതിലെ ബോട്ടവും ഒരു പെയർ ഓഫ് ഷൂ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എത്ര ഷൂ ഉണ്ടാവും? 2 ഷൂ ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ 2 ഷൂവിൽ ഒരു ഷൂ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുക? 2 എണ്ണത്തിൽ ഒരെണ്ണം എന്ന രീതിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് ഒരു പെയർ ഓഫ് ഷൂ. ഒരു പെയർ ഓഫ് ഷൂ എന്ന് വെച്ചാൽ എന്താണ്? 2 എണ്ണം ഉള്ള ഷൂ. ഇതിൽ ഒരു ഷൂ 2 എണ്ണത്തിൽ ഒരെണ്ണം എന്ന രീതിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് 6 ഫേസിൽ ഓരോന്നും ഒരെണ്ണം 2 എണ്ണത്തിൽ ഒരെണ്ണം. ഈ 2 എന്നുള്ള കാര്യം എങ്ങനെ വന്നത്? ഓരോ ഓപ്പോസിറ്റ് സൈഡ്സ് നമ്മൾ ഒരു പെയർ ആയിട്ടാണ് എടുക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് തുടക്കത്തിൽ ഇതൊക്കെ എങ്ങനെ വന്നു എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. ഒരു 5 തവണ എഴുതുമ്പോണ്ടല്ലോ ഡൗട്ടൊന്നും ഡൗട്ടായിട്ടേ തോന്നില്ല. നിങ്ങൾ തനിയെ അത് മനസ്സിൽ തറവായിക്കോളും. തുടക്കത്തിൽ ഇത് ഡൗട്ട് ആയിട്ടൊക്കെ വരും, പിന്നെ കാര്യം ഉണ്ടാവില്ല. ഓക്കെ, 8 into 1/8 മറക്കരുത്. പ്ലസ് 6 into 1/2. 6 എന്ന് പറഞ്ഞാൽ 6 ഫേസ് ഉള്ളത് കൊണ്ടാണ്. പ്ലസ് ഇൻറ്റു 1/2 എങ്ങനെ വന്നു? ഓരോ 2 ഓപ്പോസിറ്റ് സൈഡ്സ് നമ്മൾ ഒരു പെയർ ആയിട്ട് എടുത്തു. പെയർ എന്ന് പറഞ്ഞാൽ ഒരു പെയറിൽ 2 എണ്ണം അല്ലെ. ഒരു പെയർ ഷൂല് 2 ഷൂ ഉണ്ടാവും. ഒരെണ്ണം 2 എണ്ണത്തിൽ ഒരെണ്ണം എന്ന രീതിക്ക്
കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് 1/2 എന്ന് പറയുന്നത്. രണ്ടെണ്ണത്തിൽ ഒരെണ്ണം. ശരിയല്ലേ? 8 into 1/8 ക്യാൻസൽ ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? 1 കിട്ടി. പ്ലസ് 6 into 1/2 എന്താ ഉത്തരം? 3 അല്ലേ? 6 into 1/2 എന്താ ഉത്തരം? 3 അല്ലേ? ക്യാൻസൽ ചെയ്യുമ്പോൾ 3 കിട്ടും അല്ലെ? 1 ഉം 3 ഉം 3 കിട്ടും. 1 + 3 എന്താ ഉത്തരം? 4. അപ്പൊ FCCന്റെ കേസ് സ്പേസ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ കേസിൽ നമ്പർ ഓഫ് ആറ്റംസ് 4 ആണ്. ബോഡി സെന്റേർഡിന്റെ കേസിൽ 2 ആണ്. പ്രിമിറ്റീവിന്റെ കേസിൽ 1 ആണ്. ഇത് മൂന്നും ആണ് നമ്മുടെ മൂന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്കിൽ വരുന്നത്. അപ്പൊ ആദ്യത്തെ 3 ഫോക്കസ് ഏരിയ ടോപ്പിക്സ് മനസ്സിലായിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നാലാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മുടെ നാലാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് ക്ലോസ് പാക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അതായത് നമ്മുടെ ഏതൊരു സോളിഡും എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ് കൊണ്ടാണ് അല്ലെ? എല്ലാ സോളിഡുകൾക്കകത്തും ഒരേ തരത്തിലല്ല കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പല പല തരത്തിലാണ്. ആ പല പല തരമാണ് ഈ പല പല ഡിവിഷൻസ് ആയിട്ട് വരുന്നത്. കുറച്ച് വലിയ ടോപ്പിക്, കുറച്ച് ശോകമായ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേറ്റഡും ഒരുപാട് ചിന്തിച്ച് കുഴപ്പിച്ചൊന്നും വെക്കണം. ജസ്റ്റ് പറയുന്ന കാര്യം മാത്രം എടുക്കുക. ടെക്സ്റ്റ് ഒന്നും ദയവ് ചെയ്ത് ഈ ടോപ്പിക് ഒന്നും എടുത്ത് വായിക്കരുത്. 10-5-6 പേജൊക്കെ കാണും. നിങ്ങളത് വായിക്കുമ്പോഴേക്കും സമയം ഒരുപാട് പോകും. ജസ്റ്റ് വൃത്തിക്ക് കേൾക്കുക. ഫർദർ ഡൗട്ട്സ് കഴിഞ്ഞാൽ കമന്റ് ചെയ്യുക. നമ്മുടെ റാപ്പിഡ് കോഴ്സ് ഉണ്ട്. ഓക്കെ, റാപ്പിഡ് കോഴ്സ് നിങ്ങൾക്ക് അറിയാലോ. നമ്മളിപ്പോ മാർച്ചിനകത്ത് തന്നെ ഫോക്കസ് ഏരിയ മാത്രം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സസ്, ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് വിയ സൂം അല്ലെങ്കിൽ മീറ്റ്. ഓക്കെ, ഈ 2 ആപ്സ് യൂസ് ചെയ്ത് നമ്മൾ ലൈവ് ക്ലാസ്സസ് ഇപ്പൊ കറന്റ്ലി ഗോയിങ് ഓൺ ആണ്. നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി. വാട്സ്ആപ്പ് നമ്പർ ഒക്കെ പ്രൊവൈഡഡ് ആണ്. ആൻഡ് അപ്പൊ നമുക്ക് കിടക്കാലോ അല്ലെ? ക്ലോസ് പാക്ക് സ്ട്രക്ചേഴ്സ് 3 തരത്തിലുള്ള ഡിവിഷൻസ് ആണ് ഇതിനകത്തുള്ളത്. ക്ലോസ് പാക്ക് സ്ട്രക്ചേഴ്സ് ഇൻ 1 dimension, 2 dimension and 3 dimension. ഓക്കെ, ക്ലോസ് പാക്ക് സ്ട്രക്ചേഴ്സ് ഇൻ 1 dimension ആണ് ആദ്യം വരുന്നത് അല്ലെ? ക്ലോസ് പാക്ക് സ്ട്രക്ചേഴ്സ് ഇൻ 1 dimension. ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്, എല്ലാ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസും ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന രീതിക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് റോയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് റോയിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് നമ്മൾ സ്പിയേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റിന് അല്ലെങ്കിൽ പാക്കിങ്ങിന് നമ്മൾ ക്ലോസ് പാക്ക് സ്ട്രക്ചേഴ്സ് 1 dimension എന്ന് പറയും. ഈസി അല്ലേ? ഈസിയാണ്. ആൻഡ് ഒരു ടേം ഞാൻ പറഞ്ഞുതരാം. ക്ലോസ് പാക്ക് സ്ട്രക്ചേഴ്സ് ഇൻ 1 dimension പറഞ്ഞത് കൊണ്ട് ഞാൻ ടേം പറഞ്ഞുതരാണ്. കോർഡിനേഷൻ നമ്പർ. ഓക്കെ, സി എന്ന് പറയും. കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ എന്ന് വെച്ചാൽ ഒന്നുമില്ല. നമ്മളിപ്പോ ഒരു പെർട്ടിക്കുലർ സ്പിയർ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ഒരു സ്പിയർ എടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര നൈബറിംഗ് സ്പിയേഴ്സുമായിട്ടാണ് കോൺടാക്റ്റിൽ ഇരിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ സ്പിയർ എത്ര നൈബറിംഗ് സ്പിയേഴ്സുമായിട്ടാണ് കോൺടാക്റ്റിൽ ഇരിക്കുന്നത്? 2 ആണ് അല്ലെ? 2 എണ്ണം, ഇപ്പുറത്തൊരെണ്ണം, ശരിയല്ലേ? അപ്പൊ അതിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താണ് CN, എന്താണ് കോർഡിനേഷൻ നമ്പർ മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാലോ. ഇതിപ്പോ 1 dimension കഴിഞ്ഞു. ഇനി അടുത്തത് ക്ലോസ് പാക്ക് സ്ട്രക്ചേഴ്സ് ഇൻ 2 dimension അല്ലെ? ക്ലോസ് പാക്ക് സ്ട്രക്ചേഴ്സ് ഇൻ 2 dimension. എന്താണ് ക്ലോസ് പാക്ക് സ്ട്രക്ചേഴ്സ് ഇൻ 2 dimensionന്റെ പ്രത്യേകത? 1 dimensional സ്ട്രക്ചേഴ്സ് സ്റ്റാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 dimensional സ്ട്രക്ചേഴ്സ് കിട്ടും. വരയ്ക്കണം എന്നുണ്ട്, ഞാൻ വരയ്ക്കാം. ഫിഗർ ഞാൻ വരയ്ക്കുന്നത് കുറച്ച് മോശമായതുകൊണ്ട് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ അടുത്ത് വെച്ച് നോക്കണം. എന്റെ ഫിഗർ നോക്കിയിട്ട് ചിലപ്പോൾ മെയിൽ മനസ്സിലായിരുന്നു വരില്ല. 2 dimensionനകത്ത് തന്നെ 2 എണ്ണം വരുന്നുണ്ട് കേട്ടോ. ആദ്യം ഉള്ള കേസ് ഞാൻ വരയ്ക്കാം. 1 dimensional സ്ട്രക്ചേഴ്സ് സ്റ്റാക്ക് ചെയ്തിട്ടാണ് 2 dimension കിട്ടുന്നത് ഞാൻ പറഞ്ഞു. ഇതിപ്പോ ഒരു 1 dimensional ഫിഗർ ആണ് അല്ലെ? 1 dimensional റോ ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിന്റെ മേലെ ഒരു 1 dimension കൂടെ വെച്ച് സ്റ്റാക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ മേലേക്ക് പോകുന്ന ഒരു അറേഞ്ച്മെന്റിനെയാണ് 2 dimensionൽ വരുന്ന ആദ്യത്തെ ഡിവിഷൻ. മനസ്സിലാവുന്നുണ്ടോ? 2 dimensionൽ വരുന്ന ആദ്യത്തെ ഡിവിഷൻ. ഒരെണ്ണം കൂടെ വരച്ചു തരാം. മനസ്സിലായില്ലേ? ഡയറക്റ്റ് 1 above the other arrangement ആണ്. 1 above the other arrangement ആണ്. സോ ഇതിനെ നമ്മൾ A ടൈപ്പ് അറേഞ്ച്മെന്റ് എന്ന് പറയും. അതായത് ഒന്നുമില്ല, ആദ്യത്തെ റോയിൽ നമ്മൾ A ടൈപ്പ് എന്ന് പേര് കൊടുത്തു എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ റോയിൽ അതേപോലെ തന്നെയല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തു? A എന്നിട്ട് ടൈപ്പ് അതേ പേര് തന്നെ കൊടുത്തു. മൂന്നാമത്തെയും അതേപോലെ. സോ A ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണ് ഇതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റും അല്ലെ? ഇതിനെ നമുക്ക് മറ്റൊരു പേരിൽ അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു പേരായിട്ട് അറിയപ്പെടുന്നത് ഇതിനെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് അറിയപ്പെടാറുണ്ട്. ഓക്കെ, സ്ക്വയർ ക്ലോസ്ഡ് പാക്കിംഗ് എന്ന് അറിയപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് അറിയപ്പെടുന്നത്? ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ഒരു സ്പിയർ എടുത്തു അല്ലെങ്കിൽ ഈ ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന്റെ ചുറ്റും കാണുന്ന 4 ഇതുമായിട്ട് കോൺടാക്ട് ഇരിക്കുന്ന 4 സ്പിയേഴ്സിന്റെ സെന്റർ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ
ഓക്കെ, ഇതുമായി കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന 4 സ്പിയേഴ്സിന്റെ സെന്റേഴ്സ് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഒരു സ്ക്വയർ കിട്ടിയില്ലേ? ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന ഒരു സ്ക്വയർ ആണ്, അതുകൊണ്ടാണ് ഇതിന്റെ സ്ക്വയർ ക്രോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും? 4 ആയിരിക്കും, ശരിയല്ലേ? 1 2 3 4 4 സ്പിയേഴ്സുമായിട്ടല്ലേ തട്ടി നിൽക്കുന്നത്. സോ ഇതിന്റെ CN 4 ആയിരിക്കും. ഇതാണ് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗിൽ വരുന്ന ആദ്യത്തെ ടൈപ്പ് ഓഫ് ഡിവിഷൻ, സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. അതിന്റെ അതിന്റെ ഇതാണ് പറഞ്ഞത്, CN ആണ് പറയുന്നത്, 4 ആണ് പറയുന്നത്. ഇതിന്റെ തന്നെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ എന്തായിരിക്കും പ്രത്യേകത? ഇതിനകത്ത് വരുന്ന രണ്ടാമത്തെ എന്തായിരിക്കും പ്രത്യേകത? 1 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ്സിന്റെ സ്റ്റാക്കിംഗ് ആണ്, ശരിയല്ലേ? സോ ഞാൻ ആദ്യം ഒരു 1 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് വരയ്ക്കാം. ഇതൊരു ജസ്റ്റ് ഒരു 1 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ക്ലോസ് പാക്കിംഗ് ഇൻ 1 ഡയമെൻഷൻ എന്ന് പറയാൻ പറ്റും, അല്ലെ? ഇതിനകത്ത് ഒരു ഡിപ്രഷൻ റീജിയൻ കാണുന്നുണ്ടോ? ഈ കുഴിഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ കാണുന്നില്ല? ഇതിനകത്ത് ഒരു വി ഷേപ്പ് കാണുന്ന ഭാഗം, അല്ലെ? ഇതിന്റെ മേലെ ആയിരിക്കും സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. മനസ്സിലായോ? ഈ ഒരു ഡിപ്രഷൻ റീജിയനിലായിരിക്കും സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആയിരുന്നു. ഇതിന്റെ സെന്ററുകൾ കൂടി ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയ ഫിഗർ ആണ് സ്ക്വയർ. ഇതിന്റെ സെന്ററുകൾ കൂടി ചേർന്ന് നമുക്ക് കിട്ടുന്ന ഫിഗർ ആണ് ഹെക്സഗണൽ. അപ്പൊ ഇതിനെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയും. ഓക്കെ, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഇത് വരച്ചാൽ ഞാൻ വരച്ച വൃത്തിയാവില്ല, സോ ഫുൾ ഒരു വൃത്തി ഉണ്ടാവില്ല. സോ അതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാത്തത്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ആദ്യത്തെ ലെയറിന്റെ ഡിപ്രഷൻ റീജിയണിൽ രണ്ടാമത്തെ ലെയർ പ്ലേസ് ചെയ്യും. അതുകൊണ്ടാണ് അതിന്റെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അല്ലെങ്കിൽ ഇത് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോ ഞാൻ കാര്യം ജസ്റ്റ് ഒന്ന് ഞാൻ വരച്ചുതരാം. എനിക്ക് ഞാൻ വരയ്ക്കുന്നത് വൃത്തിയാവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വരയ്ക്കാന്ന് വിചാരിക്കാം. ഇതിന്റെ ഒരു പർട്ടിക്കുലർ സാധനം, ഈ ഒരു സ്പിയർ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ചുറ്റുമുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ഹെക്സഗൺ കിട്ടുന്നില്ലേ? എനിക്കൊരു ഹെക്സഗൺ കിട്ടിയില്ലേ? സോ അതുകൊണ്ടാണ് ഇതിന്റെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ CN എത്രയായിരിക്കും? CN 1 2 3 4 5 6 ആയിരിക്കും, ശരിയല്ലേ? 6 എണ്ണവുമായിട്ടാണ് കോൺടാക്ട് ഉള്ളത്. സോ ഇതിന്റെ കോർഡിനേഷൻ നമ്പർ 6 ആയിരിക്കും. ഇതാണ് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് അകത്ത് വരുന്ന രണ്ടെണ്ണം, അതായത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആൻഡ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചേഴ്സ്. 1 ഡയമെൻഷൻ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് ഒന്നും കൂടെ ഉണ്ട് 3 ഡയമെൻഷൻ. അത് ജസ്റ്റ് എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി, ഒരുപാട് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും പഠിക്കണ്ട. 3 ഡയമെൻഷൻ ഞാൻ ഇതിൽ നിന്ന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. 3 ഡയമെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡയമെൻഷണൽ സ്ട്രക്ചറുകൾ അടുക്കി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 ഡയമെൻഷൻ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആദ്യം 1 ഡയമെൻഷൻ പഠിച്ചു. 1 ഡയമെൻഷൻ സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഡയമെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞു. അത് 2 തരത്തിൽ സ്റ്റാക്ക് ചെയ്യാൻ പറ്റും. അതാണ് സ്ക്വയർ ക്ലോസ് പാക്കിങ്ങും ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും. ഇനി 2 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് കിട്ടും, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 2 ഡയമെൻഷനകത്ത് 2 വരുന്നുണ്ടല്ലോ. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് സ്ട്രക്ചർ കിട്ടും. ഹെക്സഗണൽ ക്ലോസ് പാക്ക് സ്ട്രക്ചേഴ്സ് സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ തരത്തിലുള്ള 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ജസ്റ്റ് അത് മാത്രം അറിഞ്ഞു വെച്ചാൽ 3 ഡയമെൻഷൻ എന്താണ്? 2 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് സ്റ്റാക്ക് ചെയ്ത് കിട്ടുന്നതിനെയാണ് 3 ഡയമെൻഷൻ എന്ന് പറയുക. അതിനകത്ത് 2 എണ്ണം വരുന്നുണ്ട്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിങ്ങുകൾ സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നത് ഒന്നാമത്തെ ഡിവിഷൻ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഹെക്സഗണൽ ക്ലോസ് പാക്ക് സ്ട്രക്ചേഴ്സ് സ്റ്റാക്ക് ചെയ്ത് വെക്കുന്നത് രണ്ടാമത്തെ ഡിവിഷൻ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ക്ലോസ് പാക്ക് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞ 4ാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്കിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ 4 ഫോക്കസ് ഏരിയ നമ്മൾ നോക്കി. 4 ഫോക്കസ് ഏരിയാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മുടെ നെക്സ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് ആണ്. ഫുൾ തിയറി കൺസെപ്റ്റ് ആണ്. വൃത്തിയായിട്ട് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് എന്താണ്? ഇംപെർഫെക്ഷൻസ് അല്ലെ, ഇംപെർഫെക്ഷൻസ് എന്ന് പറയുന്നത് ഇറഗുലാരിറ്റീസ് ഇൻ ദി ഐഡിയൽ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. ഐഡിയലി കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എങ്ങനെയാണ്? ഐഡിയലി എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഐഡിയൽ മാതൃക അല്ലെ, അങ്ങനെയല്ല ഐഡിയൽ എന്ന് പറയാം. അപ്പൊ ഐഡിയലി എങ്ങനെയാണോ അറേഞ്ച് ചെയ്യപ്പെടേണ്ടത് അതിൽ നിന്നും വരുന്ന ഡീവിയേഷൻസിനെ അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇംപെർഫെക്ഷൻസ് എന്ന് പറയും. ഓക്കെ, ഇംപെർഫെക്ഷൻസിനകത്ത് തന്നെ നമുക്ക് 2 മേജർ ഡിവിഷൻസ് ആണത്. ദയവ് ചെയ്ത് ഇവിടെ നോക്കണ്ട, ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല, ഞാൻ പറയുന്നത് അവിടെ ഇല്ല. ഓക്കെ, ഒന്നാമത്തെ ഡിവിഷൻ ആണ്. ദാറ്റ് ഇസ് ഇംപെർഫെക്ഷൻസിനകത്ത് 2 എണ്ണം വരുന്നുണ്ടെന്ന് പറഞ്ഞു. പോയിന്റ് ഡിഫക്റ്റും വരുന്നുണ്ട്, ലൈൻ ഡിഫക്റ്റും വരുന്നുണ്ട്. എന്താണ് ഇംപെർഫെക്ഷൻസ്? മനസ്സിലായില്ലേ? ഡീവിയേഷൻ ഫ്രം ഐഡിയൽ അറേഞ്ച്മെന്റ് ഓഫ് എ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ അല്ലെ, ഇന്ന ക്രിസ്റ്റൽ ലാറ്റിസ് അല്ലെങ്കിൽ ഇന്ന സോളിഡ് അല്ലെ. അതിനകത്ത് വരുന്ന ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് പോയിന്റ് ഡിഫക്റ്റ് അല്ലെ. രണ്ടാമത്തെയാണ് ലൈൻ ഡിഫക്റ്റ്. പോയിന്റ് ഡിഫക്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ deviation from ideal arrangement around a point or an atom. Deviation from
ഐഡിയൽ അറേഞ്ച്മെന്റ് അറൌണ്ട് എ പോയിന്റ് ഓർ ആൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ ചുറ്റുമോ അല്ലെങ്കിൽ ഒരു പോയിന്റിന് ചുറ്റുമോ ഉള്ള ചില ഡീവിയേഷനെയാണ് നമ്മൾ എന്ത് പറയാ, പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അടുത്ത ഡിവിഷനിലേക്ക് കിടക്കാമല്ലോ, ലൈൻ ഡിഫക്റ്റിലേക്ക് കിടക്കാം. ലൈൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ അറേഞ്ച്മെന്റ് in the entire rows of the lattice. Our entire row ഇല്ലേ, നമ്മുടെ ലാറ്റിസിനകത്ത് ഒരു റോ അറേഞ്ച്മെന്റ് ആയിരിക്കുമല്ലോ. സോ ആ ഒരു എൻറ്റയർ റോയിൽ വരുന്ന ഐഡിയൽ അറേഞ്ച്മെന്റ് ഡീവിയേഷൻ നമ്മൾ എന്ത് പറയും, ലൈൻ ഡിഫക്റ്റ് എന്ന് പറയും. ഓക്കെ, നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് പോയിന്റ് ഡിഫക്റ്റ് ആണ്. പോയിന്റ് ഡിഫക്റ്റിലാക്കിയാണ് കോൺസെൻട്രേറ്റ്. ലൈൻ ഡിഫക്റ്റ് ജസ്റ്റ് എന്താണെന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഡീവിയേഷൻ ഫ്രം ഐഡിയൽ അറേഞ്ച്മെന്റ് ഇൻ ദി എൻറ്റയർ റോസ് ഓഫ് ദി ലാറ്റിസ് അല്ലെ. അടുത്തത് പോയിന്റ് ഡിഫക്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പോയിന്റ് ഡിഫക്റ്റിന്റെ പ്രത്യേകത എന്തായിരുന്നു, ഡീവിയേഷൻ ഫ്രം ഐഡിയൽ അറേഞ്ച്മെന്റ് അറൌണ്ട് എ പോയിന്റ് ഓർ ആൻ ആറ്റം ആയിരുന്നു. ഒരു ആറ്റത്തിന്റെ ചുറ്റുമോ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ വരുന്ന മാറ്റത്തിനെ അല്ലെങ്കിൽ അവരുടെ പൊസിഷനിൽ അവർ വന്നിരിക്കുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയാം. അതിനകത്ത് ഫർദർ 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, സ്റ്റോഷിയോമെട്രിക്, നോൺ സ്റ്റോഷിയോമെട്രിക് ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ impurity defect. സ്റ്റോഷിയോമെട്രിക്, നോൺ സ്റ്റോഷിയോമെട്രിക് ആൻഡ് impurity defect. അപ്പൊ അതിനകത്ത് ആദ്യം വരുന്ന ഡിവിഷൻ ആണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട് അല്ലെ. അതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്, സ്റ്റോഷിയോമെട്രിക്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിന്റെ എന്താണ് വാട്ട് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്താണ്? ഓക്കെ, സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആർ ദോസ് ഡിഫക്റ്റ് വിച്ച് ഡസ് നോട്ട് എഫക്ട് ദി സ്റ്റോഷിയോമെട്രി ഓഫ് ദി കോമ്പൗണ്ട്. ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ടിന്റെ സ്റ്റോഷിയോമെട്രിനെ ഒരിക്കലും സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ബാധിക്കില്ല. മനസ്സിലായോ? ഈ ഒരു ടൈപ്പ് ഓഫ് ഡിഫക്ട്, ഇപ്പൊ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഒരു കോമ്പൗണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ഡിഫക്റ്റ് കാരണം ആ ഒരു കോമ്പൗണ്ടിന്റെ സ്റ്റോഷിയോമെട്രിക്ക് മാറ്റങ്ങൾ സംഭവിക്കില്ല. സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്ട്രക്ചർ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് അതിന്റെ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറിനെ ഒരിക്കലും ബാധിക്കില്ല. അതാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. സ്റ്റോഷിയോമെട്രിക്കിനകത്ത് തന്നെ പിന്നെ ഈ 4 ഫർദർ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിലെ ഒന്നാമത്തെയാണ് വാക്കൻസി ഡിഫക്റ്റ്. ഓക്കെ, അതിൽ രണ്ടാമത്തെയാണ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്, മൂന്നാമത്തെയാണ് ഷോർട്ട് കീ, നാലാമത്തെയാണ് ഫ്രങ്കൽ. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഷോർട്ട് കീ ഫ്രങ്കൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതിന് മുന്നുള്ള വാക്കൻസിയും ഇന്റർസ്റ്റീഷ്യലും എഴുതിയിട്ടില്ല. സോ ഞാൻ പറയുന്നത് വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം പഠിച്ചു എന്താണ് ഇംപെർഫെക്ഷൻ, അതിനകത്ത് 2 പഠിച്ചു, പോയിന്റും ലൈനും. അതിനകത്ത് പോയിന്റിനെ കുറിച്ച് ആദ്യം പഠിച്ചു, പോയിന്റിനെ കുറിച്ച് എന്താണ് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടാവുമല്ലോ. അതിനകത്ത് നമ്മൾ 3 പഠിച്ചു, സ്റ്റോഷിയോമെട്രിക്, നോൺ സ്റ്റോഷിയോമെട്രിക്, ഇന്റർസ്റ്റീഷ്യൽ. അതിനകത്തുള്ള സ്റ്റോഷിയോമെട്രി എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് വരുന്ന 4 എന്ത്, വാക്കൻസി, ഇന്റർസ്റ്റീഷ്യൽ, ഷോർട്ട് കീ ആൻഡ് ഫ്രങ്കൽ അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം എന്താണ് വാക്കൻസി ഡിഫക്റ്റ്. വാക്കൻസി ഡിഫക്റ്റ് അല്ലെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കോമ്പൗണ്ട് എടുത്തു, അതിനകത്ത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പൊ വാക്കൻസി ഡിഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഏതെങ്കിലും അവിടെ എന്തായിരിക്കും, വാക്കന്റ് ആയിരിക്കും. അവർ ലാറ്റിസ് സൈഡിൽ നിന്നും വാക്കന്റ് ആയിരിക്കും ഏതെങ്കിലും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ബെഞ്ചിൽ ഇരിക്കുകയാണ്, നിങ്ങളുടെ ബെഞ്ചിൽ ഉള്ള എല്ലാ കുട്ടികളും നിങ്ങളുടെ ഓരോ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആണ്, ഒരു കോമ്പൗണ്ടിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു കുട്ടി വന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ഡിഫക്റ്റ് കാണിക്കുന്നു, വാക്കൻസി ഡിഫക്റ്റ് കാണിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ആ ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റിനെയാണ് വാക്കൻസി ഡിഫക്റ്റ് എന്ന് പറയാം. അർത്ഥം വൃത്തിയായിട്ട് മനസ്സിലാക്കിയാൽ വാക്കൻസി ഡിഫക്റ്റ് മനസ്സിലാവും. ആൻഡ് ഇതിൽ നമുക്ക് വേറൊരു കാര്യം അറിഞ്ഞിരിക്കണം, ഡെൻസിറ്റി. വാക്കൻസി ഡിഫക്റ്റ് കാണിക്കുന്ന ഒരു സോളിഡിന്റെ ഡെൻസിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. ഒരു ബെഞ്ചിൽ 5 പേര് ഇരിക്കുന്നുണ്ട്, ഒരു കുട്ടി വാക്കന്റ് ആണ്, ആ കുട്ടി ഇല്ല. സോ ആ ഒരു പെർട്ടിക്കുലർ സാധനം എന്ത് കാണിക്കുന്നുണ്ട്, വാക്കൻസി ഡിഫക്റ്റ് കാണിക്കുന്നുണ്ട്. സോ ആ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ടിന്റെ ഡെൻസിറ്റി ഡിക്രീസസ് അല്ലെ, ഒരു സാധനം കാണാനില്ല. സോ അവിടെ എന്തായാലും ഡെൻസിറ്റി ഡിക്രീസസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റിലേക്ക് കിടക്കാം. ഒന്നാമത്തെ പഠിച്ചു നമ്മൾ വാക്കൻസി പഠിച്ചു, രണ്ടാമത്തെ ഇന്റർസ്റ്റീഷ്യൽ ആണ് അല്ലെ. ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അയോൺ, ഇപ്പൊ അതിനകത്ത് ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഓരോ അയോൺസ് ആയിട്ട് കാണപ്പെടും. അതിനകത്തുള്ള ഏതെങ്കിലും കോൺസ്റ്റന്റ് പാർട്ടിക്കിള് അവരിരിക്കേണ്ട പൊസിഷനിൽ നിന്നും മാറി വേറെ ഏതെങ്കിലും ഒരു ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ വന്നിട്ട് പ്രസന്റ് ആവും. മനസ്സിലായോ? ഇതാണ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. വൃത്തിയായിട്ട് ഓർത്ത് വെക്കണം. അവരൊരിക്കലും അവരുടെ പൊസിഷനിൽ കാണാതാവുക മാത്രമല്ല, അതൊരു ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ വന്നിട്ട് എന്താവുന്നു, പ്രസന്റ് ആവുന്നു. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരു കുട്ടി നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് പോയിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ സാധനത്തിന്റെ ഡെൻസിറ്റിക്ക് വല്ല മാറ്റം ഉണ്ടാവുമോ? ഇല്ല. നിങ്ങളുടെ അടുത്തിരിക്കുന്ന കുട്ടി അപ്പുറത്ത് പോയിരുന്നു, സംഭവം കുട്ടികളെ തന്നെ ഉണ്ടല്ലോ, മാറിയിട്ടൊന്നുമില്ലല്ലോ, എങ്ങോട്ട് പോയിട്ടില്ല. ആ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ടിനകത്ത് തന്നെ സാധനമുണ്ട്, പക്ഷെ അതിരിക്കേണ്ട പൊസിഷനിലല്ല, മറിച്ച് അതിന് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലാണ് ഉള്ളത് അല്ലെ. ഈ ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ വാക്കൻസി നമ്മൾ പഠിച്ചു, ഇന്റർസ്റ്റീഷ്യൽ പഠിച്ചു. ഇനി നമുക്ക് മൂന്നാമത്തെ പഠിക്കാനുള്ളത്, നാലാമത്തെ പഠിക്കാനുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഷോർട്ട് കീ ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്. ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും ആണ് നമ്മുടെ സ്റ്റോഷിയോമെട്രിക്ക് അകത്ത് വരുന്ന മൂന്നാമത്തെയും നാലാമത്തെയും ഡിഫക്റ്റ്. ഷോർട്ട് കീ ഡിഫക്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ ആർ മിസ്സിംഗ് ഫ്രം ഇറ്റ്സ് നോർമൽ പൊസിഷൻ. ഒരു കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ, ഒരു കാറ്റയോൺ ആണെങ്കിൽ ഒരു ആനയോൺ, 2 കാറ്റയോൺ 2 ആനയോൺ, അങ്ങനെ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ അവരുടെ നോർമൽ പൊസിഷനിൽ നിന്നും എന്താവുന്നു, മിസ് ആവുന്നു. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റിനാണ് നമ്മൾ എന്ത് പറയാ,
ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനിയോൺ ആർ മിസ്സിംഗ് ഫ്രം ഇറ്റ്സ് നോർമൽ പൊസിഷൻ. ഓക്കെ, ഇതാണ് ഷോർട്ട് കീയിലെ ആദ്യത്തെ പോയിന്റ്. ഫ്രങ്കലിലെ ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. ഇവിടെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് അയോൺ അത് യൂഷ്വലി കാറ്റയോൺ ആവാനാണ് സാധ്യത. ഓക്കെ, ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് അയോൺ യൂഷ്വലി അത് കാറ്റയോൺ എന്ന് വെച്ചാൽ ഏതാണ്? പോസിറ്റീവ് അയോൺ അല്ലെ? കാറ്റയോൺ അവരെ നോർമൽ സൈറ്റിൽ നിന്നും കാണാതെയായിട്ട് ഏതെങ്കിലും ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ വന്ന് പ്രസന്റ് ആവും. അതാണ് എഴുതിയിരിക്കുന്നത്. ആൻ അയോൺ ഏതെങ്കിലും ഒരു അയോൺ യൂഷ്വലി ഏതാവാനാണ് സാധ്യത? കാറ്റയോൺ ഈസ് മിസ്സിംഗ് ഫ്രം ഇറ്റ്സ് നോർമൽ സൈറ്റ് ആൻഡ് പ്ലേസ്ഡ് അറ്റ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. അവരെ നോർമൽ സൈറ്റിൽ നിന്ന് പ്ലേസ്ഡ് ആയിട്ട് മിസ്സിംഗ് ആയിട്ട് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ പ്ലേസ് ആവും. ഓക്കെ അല്ലേ? ഇത് വൃത്തിയായിട്ട് ഓർത്ത് വെക്കണം. ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലായിരിക്കും അത് ഉണ്ടാവുക. ഓക്കെ, അത് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഉണ്ടാവും എന്നുള്ളത് ഓർമ്മ വേണം. അടുത്ത പോയിന്റിലേക്ക് കടക്കാം. നമ്മൾ ഇവിടെ പഠിച്ച എന്തായിരുന്നു? കാറ്റയോണും ആനിയോണും ഈക്വൽ നമ്പർ ആയിട്ട് കാണാതെ ആവുന്നു എന്ന് പഠിച്ചു അല്ലെ? കാണാതെ ആവുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെൻസിറ്റിക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നു? ഡെൻസിറ്റി ഡിക്രീസസ്, ഡെൻസിറ്റി കുറയുന്നു അല്ലെ? അവര് കാണാതെ ആവുന്നു, അപ്പൊ കുറയുന്നു. അതിന്റെ ഇപ്പോഴത്തെ സൈഡ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഡെൻസിറ്റിക്ക് വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. കാരണം ഒരു നോർമൽ സൈഡിൽ നിന്ന് കാണാതെയായിട്ട് കാറ്റയോൺ കാണാതെയായിട്ട് എവിടെ പോയി പ്രസന്റ് ആവുന്നു? ഇന്റർസ്റ്റീഷ്യൽ സൈഡിൽ പ്രസന്റ് ആവുന്നു. സോ ഡെൻസിറ്റിക്ക് അവിടെ ചേഞ്ച് ഇല്ല. നോ ചേഞ്ച് ഇൻ ഡെൻസിറ്റി. ഓക്കെ, നോ ചേഞ്ച് ഇൻ ഡെൻസിറ്റി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. ഈ ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്ന കോമ്പൗണ്ടുകൾ, ഷോർട്ട് കീ ഡിഫക്റ്റ് ഒരു കോമ്പൗണ്ട് ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിന് ഹൈ കോർഡിനേഷൻ നമ്പർ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ ആണെങ്കിൽ അതിന്റെ ഉൾട്ട ലോ കോർഡിനേഷൻ നമ്പർ. സോ ലോയിലെ എല്ലും ഫ്രങ്കലിലെ എല്ലും വെച്ച് ഓർത്ത് വെക്കാനാണ് ഞാൻ റാപ്പിഡ് കോഴ്സിലെ പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുത്തത്. ലോയിലെ എല്ലും ഫ്രങ്കലിലെ എല്ലും വെച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ലോ CN കാണിക്കുന്ന കോമ്പൗണ്ടുകൾക്ക് ഫ്രങ്കലിൽ പെടും. അതിന്റെ ഉൾട്ടായിട്ട് ഇവിടെ വരുമല്ലോ. സോ ഹൈ CN കാണിക്കുന്നതൊക്കെ ഷോർട്ട് കീയിൽ പെടും. ഈസി അല്ലേ? ഇനി എക്സാമ്പിൾസ് നോക്കാം. NaCl, KCl, CaCl ആണ് നമ്മുടെ ഷോർട്ട് കീ ഡിഫക്റ്റിന് ഉദാഹരണമായിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, ഇവിടെ എടുക്കുകയാണെങ്കിൽ AgCl, ZnS ആൻഡ് AgI നമുക്ക് ഫ്രങ്കൽ ഡിഫക്റ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾസ് വൃത്തിയായിട്ട് പഠിച്ചു വെക്കാം. ഇനി ഞങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. AgBr എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, AgBr എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഷോർട്ട് കീയും ഫ്രങ്കലിലും കാണിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ഓക്കെ, AgBr എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഷോർട്ട് കീ ഡിഫക്റ്റും കാണിക്കും, ഫ്രങ്കൽ ഡിഫക്റ്റും കാണിക്കും. സോ 1 മാർക്ക് പ്ലസ് ആയിട്ട് AgBr എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AgBr എന്നല്ല അവർ ചോദിക്കുക, നെയിം എ കോമ്പൗണ്ട് വിച്ച് ഷോസ് ബോത്ത് ഷോർട്ട് കീ ആൻഡ് ഫ്രങ്കൽ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് കോമ്പൗണ്ടിന് പേര് എഴുതാൻ അറിയണം. അത് ആ ഒരൊറ്റ കോമ്പൗണ്ടിൽ വേറെ ഏത് എഴുതിയാലും മാർക്ക് തരില്ല, AgBr തന്നെ എഴുതണം. സോ AgBr എഴുതി കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് കിട്ടും. അത് ഒരു പോയിന്റ് കൂടെ നോക്കി വെക്കാം. സോ നമ്മുടെ ഒന്നാമത്തെ കാര്യമായിട്ട്, അതായത് ഒന്നാമത്തെ ഡിഫക്റ്റ് ആയിട്ടുള്ള സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇത് ഒന്നാമത്തെ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ 5ാമത്തെ ഇംപെർഫെക്ഷൻസിനകത്ത് വരുന്ന ഒന്നാമത്തെയാണ്. ഇനിയും 2 ഉണ്ട്. ഇംപ്യൂരിറ്റിയും ഉണ്ട്, നോൺ സ്റ്റോഷിയോമെട്രിക്കും ഉണ്ട്. നമുക്ക് നമ്മുടെ ഡിഫക്ട്സ് എന്ന ടോപ്പിക്കിലെ തന്നെ അകത്ത് വരുന്ന 2ാമത്തെ ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ആണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് ഡിഫക്റ്റ് ആണ്. ജസ്റ്റ് ഞാൻ കാര്യം പറയാം. ഓക്കെ, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾട്ടൺ ആയിട്ടുള്ള NaCl, അതായത് സോഡിയം ക്ലോറൈഡിന്റെ കൂടെ SrCl2 എന്ന് പറഞ്ഞ സാധനം ആഡ് ചെയ്തിട്ട് ക്രിസ്റ്റലൈസ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, മോൾട്ടൺ ആയിട്ടുള്ള NaCl കൂടെ, മോൾട്ടൺ എന്ന് വെച്ചാൽ ഉരുകിയിരിക്കുന്ന NaCl അല്ലെ, മോൾട്ടൺ NaCl കൂടെ SrCl2 ആഡ് ചെയ്തിട്ട് ക്രിസ്റ്റലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു NaCl ക്രിസ്റ്റലിന്റെ 2 Na+ അയോണിന് പകരം ഒരു Sr2+ അയോൺ വരും. മനസ്സിലാവുന്നുണ്ടോ? ഏതെങ്കിലും 2 Na+ അയോണിന് പകരം ഒരു Sr2+ അയോൺ വരും. അപ്പോൾ എന്ത് സംഭവിച്ചു? 2 എണ്ണത്തിന് പകരം ഒരു എണ്ണേ വന്നിട്ടുള്ളൂ. ബാക്കി ഒരെണ്ണത്തിന്റെ പൊസിഷൻ ഇവിടെ എന്താണ്? എംപ്റ്റി ആണ്, അല്ലെങ്കിൽ വാക്കന്റ് ആണ്. ശരിയല്ലേ? ഈ ഒരു ടൈപ്പ് ഓഫ് ഡിഫക്റ്റിനെയാണ് നമ്മൾ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് വളരെ ഈസിയാണ്. ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. 2 Na+ വരെ ഒരു Sr2+ വരുള്ളൂ. സോ മറ്റേ പൊസിഷൻ ഇവിടെ എന്തായിരിക്കും? എംപ്റ്റി ആയിരിക്കും. ഇതാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും അവസാനം വരുന്ന ടൈപ്പ് ഡിഫക്റ്റ് ആണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് അല്ലെ. സ്റ്റോഷിയോമെട്രിക് പഠിച്ചു, നമ്മൾ ഇംപ്യൂരിറ്റി പഠിച്ചു. നമുക്ക് ലാസ്റ്റ് ഡിവിഷൻ ആണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിന്റെ പേരിൽ തന്നെ നമുക്കറിയാം സ്റ്റോഷിയോമെട്രി എന്തായിരുന്നു? വിച്ച് ഡസ് നോട്ട് എഫക്ട് ദി സ്ട്രക്ചർ ഓഫ് ദി ആറ്റം ആയിട്ട്. ഇത് എന്തായിരിക്കും? നോൺ സ്റ്റോഷിയോമെട്രി വിച്ച് എഫക്ട് ദി സ്ട്രക്ചർ ഓഫ് ദി ആറ്റം അല്ലെങ്കിൽ വിച്ച് എഫക്ട്സ് ദി സ്റ്റോഷിയോമെട്രി ഓഫ് ദി ആറ്റം അല്ല കോമ്പൗണ്ട് ആണ്. ഓക്കെ, ദാറ്റ് പെർട്ടിക്കുലർ കോമ്പൗണ്ടിന്റെ സ്റ്റോഷിയോമെട്രിനെ ബാധിക്കും ഈ ഒരു ടൈപ്പ് ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ. ഇതിനകത്ത് തന്നെ 2 എണ്ണം ഉണ്ട്. മെറ്റൽ എക്സസ് ഡിഫക്റ്റും ഉണ്ട്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും ഉണ്ട്. ഓക്കെ, നോൺ സ്റ്റോഷിയോമെട്രിക്കിനകത്ത് തന്നെ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. മെറ്റൽ എക്സസ് ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി. ഓക്കെ, മെറ്റൽ എക്സസ് ഞാൻ ആദ്യം എഴുതാം. മെറ്റൽ എക്സസ് ഡിഫക്റ്റിനകത്ത് തന്നെ 2 എണ്ണം വരുന്നുണ്ട്. ഡ്യൂ ടു ആനിയോണിക് വാക്കൻസി
രണ്ടാമത്തെ വന്നിട്ട് എക്സസ് കാറ്റയോൺ. ഓക്കെ, അടുത്തത് മെറ്റൽ എക്സസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡിവിഷൻ എന്താണ്? മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആണ് അല്ലെ. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആണ്. ഇതിനകത്ത് രണ്ടെണ്ണം വരുന്നുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അതായത് എ പാർട്ടിൽ എന്താ വരിക? ഡ്യൂ ടു കാറ്റയോണിക് വാക്കൻസി ആൻഡ് അടുത്ത ഡിവിഷൻ ബി ഡിവിഷൻ എക്സസ് ആനയോൺ. അപ്പൊ നമ്മൾ പഠിച്ചു നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത് വിച്ച് എഫക്ട്സ് സ്റ്റോഷിയോമെട്രി ഓഫ് ദി കോമ്പൗണ്ട്. അതിനകത്ത് രണ്ടെണ്ണം വരുന്നത് മെറ്റൽ എക്സസ് ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി. മെറ്റൽ എക്സസിനകത്ത് രണ്ടെണ്ണം വരുന്നത് ആനയോൺ വാക്കൻസി ആൻഡ് എക്സസ് കാറ്റയോൺ. മെറ്റൽ ഡെഫിഷ്യൻസിക്ക് രണ്ടെണ്ണം വരുന്നത് മെറ്റൽ കാറ്റയോണിക് വാക്കൻസി ആൻഡ് എക്സസ് ആനയോൺ അല്ലെ. അപ്പൊ ആദ്യം എടുക്കുകയാണ് മെറ്റൽ എക്സസിനകത്ത് വരുന്ന ആദ്യത്തെയാണ് ആനയോൺ വാക്കൻസി അല്ലെ. ആനയോണിക് വാക്കൻസി കാരണം ഉണ്ടാവുന്നത് ജസ്റ്റ് ഒന്നുമില്ല, ആ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിന്റെ ആനയോൺ എന്തായിരിക്കും? വാക്കന്റ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ജസ്റ്റ് മാത്രം പഠിച്ചാൽ മതി. ആനയോൺ വാക്കന്റ് ആയിരിക്കും. രണ്ടാമത്തെ എന്താണ്? എക്സസ് കാറ്റയോൺ. ആ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിന്റെ എക്സസ് ആയിട്ടുള്ള ഒരു കാറ്റയോൺ ഒരു ഇൻഡസ്ട്രിയൽ സൈറ്റിൽ കാണും. ഓക്കെ, എക്സസ് അതിനകത്ത് എല്ലാ പോയിന്റിലും കാണുന്ന എക്സ്ട്രാ ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ സൈറ്റിൽ എക്സസ് ആയിട്ടുള്ള കാറ്റയോണുകൾ കാണപ്പെടാറുണ്ട്. ഇതിനെയാണ് നമുക്ക് എന്ത് പറയാ? എക്സസ് കാറ്റയോൺ ഡ്യൂ ടു എക്സസ് കാറ്റയോൺ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് മെറ്റൽ ഡെഫിഷ്യൻസിക്ക് വരികയാണെങ്കിൽ കാറ്റയോണിക് വാക്കൻസി. എളുപ്പമല്ലേ? കാറ്റയോൺ എന്താവുന്നു? അവരുടെ പൊസിഷനിൽ നിന്നും വാക്കന്റ് ആകുന്നു അല്ലെ. അടുത്തത് എക്സസ് ആനയോൺ. ആനയോൺ എക്സസ് ആയിട്ട് കാണപ്പെടാറുണ്ട്. എക്സസ് ആയിട്ട് ആനയോൺ കണ്ടാൽ ആനയോൺ എന്ന് വെച്ചാൽ എന്താണ്? നെഗറ്റീവ് ആണ് അല്ലെ. അത് എക്സസ് ആയിട്ട് കാണപ്പെടാറുണ്ട്. ജസ്റ്റ് ഇതിന്റെ കൺസെപ്റ്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിരുന്നു പഠിക്കണം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡിഫക്ട്സ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് കീ ആൻഡ് ഫ്രങ്കലാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. സോ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ഫോക്കസ് ഏരിയ ദാറ്റ് ഈസ് ഡിഫക്ട്സ് എന്ന ഫോക്കസ് ഏരിയ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കുള്ളത് നമുക്ക് രണ്ട് ഫോക്കസ് ടോപ്പിക്സ് ആണ് ഇനിയുള്ളത് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അതിൽ അടുത്തത് ഏതാണ്? ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള ഏതൊരു മാറ്ററും മൂന്നായി ക്ലാസിഫൈ ചെയ്യാറുണ്ട്. കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് അല്ലെ. കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. നമ്മൾ ഇന്ന് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയെ കുറിച്ച് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ബാൻഡ് തിയറി എന്ന സാധനം വെച്ചിട്ടാണ് അല്ലെ. ബാൻഡ് തിയറി പ്രകാരമാണ്. എന്താണ് ബാൻഡ് തിയറി? താഴെ കാണുന്ന ബാൻഡാണ് ബാലൻസ് ബാൻഡ്. ബാലൻസ് ബാൻഡിലാണ് എന്തുള്ളത്? ഇലക്ട്രോണുകൾ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ബാലൻസ് ബാൻഡ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. ബാലൻസ് ബാൻഡിന്റെ മുകളിൽ കാണുന്ന ബാൻഡാണ്, ഇതാണ് ബാലൻസ് ബാൻഡ്. ഇതിന്റെ മുകളിൽ കാണുന്ന ബാൻഡാണ് കണ്ടക്ഷൻ ബാൻഡ്. ബാലൻസ് ബാൻഡിലാണ് ഇലക്ട്രോണുകൾ ഉള്ളത് അല്ലെ. ബാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണുകൾ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുമ്പോഴാണ് അവിടെ ഇലക്ട്രിസിറ്റി പാസ് നടക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതാണ് ബാലൻസ് ബാൻഡ്, ഇതാണ് കണ്ടക്ഷൻ ബാൻഡ്. ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പിനെ നമ്മൾ ഫോർബിഡൻ സോൺ എന്ന് പറയും. ഫോർബിഡൻ സോൺ എന്ന് പറയും. അപ്പൊ ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും കഴിഞ്ഞു ഇടയിലുള്ള ഫോർബിഡൻ സോൺ. ഇത് ജസ്റ്റ് എന്താണ് ബാൻഡ് തിയറി? ബാൻഡ് തിയറി എന്താണെന്നാണ്. ഇനി ബാൻഡ് തിയറി ഇൻ കേസ് ഓഫ് കണ്ടക്ടേഴ്സ് വരെ, ഇൻസുലേറ്റേഴ്സ് വരെ, സെമി കണ്ടക്ടേഴ്സ് വേറെ നമുക്ക് പഠിക്കണം. കണ്ടക്ടേഴ്സ് അതോ സബ്സ്റ്റൻസസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി അല്ലെ. കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു. നമ്മുടെ മെറ്റലുകളൊക്കെ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, ശരിയല്ലേ. അപ്പൊ അവരുടെ കേസിൽ ദാറ്റ് ഈസ് കണ്ടക്ടേഴ്സിന്റെ കേസിലുള്ള ബാൻഡ് ഡയഗ്രം നമ്മൾ എങ്ങനെ വരയ്ക്കും? താഴെ കാണുന്ന ബാൻഡ് ബാലൻസ് ബാൻഡ് ആണ്. ബാലൻസ് ബാൻഡിൽ എന്തുണ്ട്? ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ ബാലൻസ് ബാൻഡ് എന്ന് എഴുതി അല്ലെ. മുകളിൽ കാണുന്ന ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് ആണ്, CB എന്ന് എഴുതി. ബാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണുകൾ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു. ഇത് ഞാൻ വരച്ചിരിക്കുന്നത് ഇൻ കേസ് ഓഫ് കണ്ടക്ടേഴ്സ് ആണ്. ഇത് എന്തിന്റെ ബാൻഡ് ഡയഗ്രം ആണ്? കണ്ടക്ടേഴ്സിന്റെ ബാൻഡ് ഡയഗ്രം ആണ്. ഇതിനർത്ഥം എന്താണ്? ബാലൻസ് ബാൻഡ്, താഴെ കാണുന്ന ബാലൻസ് ബാൻഡും മുകളിൽ കാണുന്ന കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ എന്തില്ല? എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ഫോർബിഡൻ സോൺ ഇല്ല. അപ്പൊ അവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണുകളെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ലെ. ഇടയിൽ എന്തില്ല? എനർജി ഗ്യാപ്പ് ഇല്ല. അല്ലെങ്കിൽ ഇത് രണ്ടും എന്ത് ചെയ്തിരിക്കുന്നു? ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ് അല്ലെ. എനർജി ഗ്യാപ്പ് ഇല്ല. സോ ഈസി ആയിട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് കണ്ടക്ടേഴ്സിന്റെ കേസിലുള്ള ബാൻഡ് ഡയഗ്രാം. മനസ്സിലായിട്ടുണ്ടാവല്ലോ. ടെക്സ്റ്റ് ബുക്കിൽ വൃത്തിയായിട്ടുള്ള ഫിഗേഴ്സിന്റെ അതൊക്കെ നോക്കിയിട്ട് പഠിക്കണം. എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? മെറ്റൽസ് അല്ലെ. എല്ലാ മെറ്റൽസും ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇതിപ്പോ കണ്ടക്ടേഴ്സ്. അടുത്ത കാറ്റഗറി ഏതാണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സ് those substances which does not allow the passage of electricity through them. അങ്ങനെയാണെങ്കിൽ താഴെ ഞാൻ ബാലൻസ് ബാൻഡ് വരച്ചു. ബാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺ ഉണ്ട്, സോ ഞാൻ ഷെയ്ഡ് ചെയ്തു. ഇവിടെ ഞാൻ കണ്ടക്ഷൻ ബാൻഡ് വരച്ചു. ഇത് ബാലൻസ് ബാൻഡ്, ഇത് കണ്ടക്ഷൻ ബാൻഡ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്താണ്? വളരെ വളരെ വലുതാണ്. അല്ലെങ്കിൽ ഫോർബിഡൻ സോണിന്റെ തമ്മിലുള്ള രണ്ട് വാല്യൂബിളുടെ ഗ്യാപ്പ് ഫോർബിഡൻ സോൺ ആണല്ലോ. അത് വളരെ വളരെ വലിയ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ വലിയൊരു എനർജി ഗ്യാപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ താഴെ
കാണുന്ന ഇലക്ട്രോണുകൾ ഒരിക്കലും അവരെ കൊണ്ട് മുകളിലേക്ക് പോകാൻ പറ്റില്ല. ബിക്കോസ് ഇത്രയും വലിയൊരു ഗ്യാപ്പ് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഓവർകം ചെയ്ത് അവിടേക്ക് എത്താൻ പറ്റില്ല. സോ അവിടെ ഇലക്ട്രിസിറ്റി പാസ് നടക്കില്ല. അതുകൊണ്ടാണ് ഇൻസുലേറ്റേഴ്സ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അവർക്ക് ഒരിക്കലും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്ത് പോകാൻ സാധിക്കില്ല. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ. എക്സാമ്പിൾസ് നമുക്ക് എന്തൊക്കെ പറയാം? വുഡ് പറയാം, പ്ലാസ്റ്റിക് പറയാം, റബ്ബർ പറയാം, ഒക്കെ നമുക്ക് എക്സാമ്പിൾ ഇട്ട് പറയാൻ പറ്റും. ഇനി ലാസ്റ്റ് ഇവിടെ എന്താണ്? സെമി കണ്ടക്ടേഴ്സ് ആണ്. ശരിയല്ലേ? സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി ലൈസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി ഇൻസുലേറ്റേഴ്സിന്റെ കണ്ടക്ടേഴ്സിന്റെ ഇടയ്ക്ക് പെടുന്ന കാറ്റഗറിയാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ വാലൻസ് ബാൻഡ് വരച്ചു, ഇവിടെ ഞാൻ കണ്ടക്ഷൻ ബാൻഡ് വരച്ചു. ഇവര് രണ്ടുപേരും തമ്മിൽ ഒരു ചെറിയ ഒരു എനർജി ഗ്യാപ്പേ ഉള്ളൂ. നമ്മൾ ഇൻസുലേറ്റേഴ്സിന്റെ കേസ് എടുക്കുമ്പോൾ കുറവാണ് എനർജി ഗ്യാപ്പ്. ശരിയല്ലേ? അപ്പൊ നമ്മൾ എക്സ്റ്റേണലി ഒരു എനർജി കൊടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ടെമ്പറേച്ചറോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ എനർജി നമ്മൾ താഴേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള ഇലക്ട്രോണുകൾക്ക് ആ ഒരു എനർജി കിട്ടിയിട്ട് അവർ ഇവിടെ നിന്നോട്ടേക്ക് ജമ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഒരു എക്സ്റ്റേണൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രിസിറ്റി പാസ് ഉണ്ടാവും, പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു എക്സ്റ്റേണൽ എനർജി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് നമുക്ക് എക്സാമ്പിൾ എന്ത് പറയാൻ പറ്റും? ഗേലിയം എന്ന് പറയാൻ പറ്റും അല്ലെ? ഓക്കെ, നമ്മൾ 3 പേര് കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സിന്റെ 3ന്റെ ബാൻഡ് ഡയഗ്രം മുഴുവനുള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മുടെ ഏറ്റവും അവസാനത്തോടെ തൊട്ട് മുന്നിൽ വരുന്ന ഫോക്കസ് പോയിന്റ്. എനിക്ക് നമ്പർ ഓർമ്മയില്ല. ഫോക്കസ് ടോപ്പിക്കിൽ വരുന്നത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഫോക്കസ് ടോപ്പിക്കിന്റെ പേര്. ഇതാണ് അപ്പോൾ നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഒരു ടോപ്പിക്കും കൂടെ ഉള്ളൂ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ഏറ്റവും ലാസ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക്. നമുക്ക് ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഫോക്കസ് ടോപ്പിക്കിലേക്ക് കിടക്കാം, അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ്. ഈസി ടോപ്പിക്, കുറച്ച് തിയറി കൺസെപ്റ്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഒരു സബ്സ്റ്റൻസ് പാരാമാഗ്നറ്റിക് ആവണമെങ്കിൽ ആ സബ്സ്റ്റൻസിന്റെ പ്രത്യേകത എന്തായിരിക്കണം? വീക്ക്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കണം. മാഗ്നറ്റിക് ഫീൽഡിനോട് വീക്ക്ലി അട്രാക്റ്റഡ് ആയിരിക്കും ഈ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ജസ്റ്റ് ഇത് മാത്രം പഠിച്ചാൽ മതി. വലിയ ടെക്സ്റ്റിൽ പോലും ജസ്റ്റ് ഇത്രേ കോൺസെപ്റ്റ് ഉള്ളൂ, വീക്ക്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അടുത്ത് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ പ്രത്യേകത എന്താണ്? വീക്ക്ലി റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡിനോട് വീക്ക്ലി റിപ്പൾഷൻ ആണ് ഉണ്ടാവുക. അട്രാക്ഷനും റിപ്പൾഷനും ഒക്കെ അറിയില്ലേ? വീക്ക്ലി റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ പ്രത്യേകത സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ, നിങ്ങൾ വൃത്തിയായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ എളുപ്പമാണ്. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലാവും. അട്രാക്ഷനും റിപ്പൾഷനും വീക്കും സ്ട്രോങ്ങും ഒക്കെ തിരിഞ്ഞു പോകും. ഓക്കെ അല്ലേ? അപ്പൊ ferromagnetic substances strongly attracted by magnetic field ആണ്. ആൻഡ് അടുത്തത് നാലാമത്തെ ആന്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ ഫിഗർ ആണ് കേട്ടോ ഇത്. ഡൊമൈൻ അറേഞ്ച്മെന്റ് എന്നൊക്കെ പറയുന്നത് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഓക്കെ, ആന്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് പോലെ തന്നെ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസിനോട് സിമിലർ ആണ്. പക്ഷെ അവരുടെ ഡൊമൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ്ലി ഓറിയന്റഡ് ആയിരിക്കും. ഇതാണ് ആന്റി ഫെറോമാഗ്നറ്റിസത്തിന്റെ ഡൊമൈൻ സ്ട്രക്ചർ. ഫെറോമാഗ്നറ്റിക് ഡൊമൈൻ സ്ട്രക്ചറിനെ വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ്? ഓപ്പോസിറ്റ്ലി ഓറിയന്റഡ് അല്ലേ? ആണ്. സ്വഭാവങ്ങളൊക്കെ നമുക്ക് ഫെറോ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമെങ്കിലും പക്ഷെ അതിന്റെ ഡൊമൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ്ലി ഓറിയന്റഡ് ആയിരിക്കും. അത് മാത്രം ഓർത്തേക്കണം. ആൻഡ് ഏറ്റവും അവസാനത്തെയാണ് നമ്മുടെ ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡൊമൈൻസ് ആർ അറേഞ്ച്ഡ് ഇൻ ദി പാരലൽ ആൻഡ് ആന്റി പാരലൽ ഡിറക്ഷൻ അൺഈക്വൽ നമ്പർ. പാരലൽ ആയിട്ടും ആന്റി പാരലൽ ആയിട്ടും കാണും. ഈക്വൽ നമ്പറിലല്ല, അൺഈക്വൽ നമ്പറിലാണ് കാണപ്പെടുക. 2 പാരലൽ ആണെങ്കിൽ ഒരു ആന്റി പാരലൽ, 2 ആന്റി പാരലൽ ആണെങ്കിൽ ഒരു പാരലൽ. അൺഈക്വൽ നമ്പറുകളിൽ ഡൊമൈൻ സ്ട്രക്ചർ വരച്ച് കാണിക്കുന്ന ടൈപ്പ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമ്മൾ ഫെറി മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയും. ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയും. വൃത്തിയായിട്ട് അട്രാക്ഷനും റിപ്പൾഷനും ഡൊമൈൻ സ്ട്രക്ചറും കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു പാർട്ടിൽ നിന്ന് വലിയൊരു മാർക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. എനിക്കറിയില്ല, ബിക്കോസ് ഇത് പുതിയ സിലബസ് ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്ന്. നേരത്തെ എക്സാംസ് പേപ്പറൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിചയത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ വലിയൊരു മാർക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരു 1 മാർക്ക് 2 മാർക്ക് റീജിയൻസിലൊക്കെ 1 മാർക്കിലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചാൽ നല്ലത്. ഓക്കെ, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിരുന്നില്ല. നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇത് ഇൻക്ലൂഡഡ് ആണ്. സോ നിങ്ങൾ എന്തായാലും പഠിക്കണം. ഈ ഒരു പാർട്ടോട് കൂടി, ദാറ്റ് ഈസ് ഈ ഒരു വീഡിയോയോട് കൂടി ഫസ്റ്റ് ചാപ്റ്ററിന്റെ എല്ലാ ടോപ്പിക്സ്, എല്ലാ ഫോക്കസ് ഏരിയ പോയിന്റ്സ് നമ്മൾ കവർ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ പക്കയായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇനി ഒന്നുമില്ല ഫർദർ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട്. ആൻഡ് ഇപ്പോൾ റാപ്പിഡ് കോഴ്സ് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. റാപ്പിഡ് കോഴ്സ് താല്പര്യമുള്ളവർ കോൺടാക്ട് നമ്പർ പ്രൊവൈഡഡ് ആണ്, കോൺടാക്ട് ചെയ്യാം. നമുക്ക് ലൈവ് ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം വെച്ച് നമുക്ക് ക്ലാസ്സസ് ഫർദർ ആയിട്ട് ഫോക്കസ് പോയിന്റ് ബേസിസിൽ മൂവ് ഓൺ ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.